ശക്തിപ്പെടുത്തിയ വാക്ക് എന്നറിയോ? നിയമാവർത്തനം 31:6 വാക്യം. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വചനം ഇപ്പൊ തന്നെ ബലം ചൂടട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഉറക്കെ വായിച്ചു. 31:6 ഉറക്കെ വായിച്ചേ. ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് പറ്റിക്കത്തില്ലെന്ന്. ഞാനാണ് കൂടെ വരുന്നതെന്ന്. നീ ശക്തനായിരിക്കണം, ധീരനായിരിക്കണം എന്ന സിംഗുലർ ഫോം അല്ല. ശക്തരായിരിക്കണം, ധീരരായിരിക്കണം. നിനക്ക് വേണ്ട ഒരു ടീമാണെങ്കിൽ ആ ടീം ഞാനാണെന്ന് പറഞ്ഞ് ഒരു ടീമായിട്ട് എന്റെ കൂടെ നിൽക്കുകയാണ് കർത്താവ്. ശക്തരായിരിക്കുക, ധീരരായിരിക്കുക, പരിഭ്രമിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തർ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളിന്ന് കേട്ട ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരിക്കല്ലേ? നിങ്ങൾ ഈശോയെ വിശ്വസിച്ച് ഇവിടെ ഇരിക്കല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം ഒരു ടീമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം. നിങ്ങൾക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു കാര്യമായിരിക്കാം. ഈശോ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു വാക്കായിട്ടത് ഇത് ഏറ്റെടുക്ക്. എന്നെ ചിലപ്പോൾ ആ വേദനയുടെ കടത്ത് വിട്ടിയത് ചിലപ്പോൾ ഇന്ന് ഇങ്ങനെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇല്ല, ചിലപ്പോൾ അച്ഛൻ ഈ വചനം നിങ്ങളോട് പറയില്ല. ഇത് പറയാൻ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാവില്ല. ആ പൊള്ളലിലൂടെ എന്നെ കടത്തി വിട്ട് എന്തിന് പൗലോസ് പറഞ്ഞില്ലേ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. കിട്ടുന്നുണ്ടോ? എനിക്ക് ചോദിക്കാം, കർത്താവ് ഇത് എന്തിനാ? ഞാൻ ചോദിച്ചത് നീതിയല്ലേ? എന്റെ ഭാഗത്തല്ലായിരുന്നോ ന്യായം? ഒരാവശ്യത്തിന് വേണ്ടിയല്ലേ ഞാനിത് ചോദിച്ചത്? ഒരു ഉത്തരം കിട്ടുന്നില്ല. ഇത് എന്തിന് ഇങ്ങനെ ഒരു സ്ട്രഗിൾ വന്നു എന്ന്. നിന്റെ മുമ്പിലേക്ക് നാളെ ഞാൻ കൊണ്ടുവരാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി നീ ഇത് പറയണമെങ്കിൽ നീ ഇങ്ങനത്തെ ഒരു വേദനയെ അനുഭവിക്കണം. അവിടെ നിന്നെ ആശ്വസിപ്പിക്കുന്ന എന്നെ നീ മനസ്സിലാക്കണം. എന്നിട്ട് നീ അവരെ ആശ്വസിപ്പിച്ചാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ.